ഹായ്, ഞാൻ അജ്മിൻ ഫയാസ്. ഈ ഒരു വീഡിയോയിട്ട് പറയാനും കാണിക്കാനും പോകുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. സംഭവം വേറൊന്നുമല്ല, ഞാൻ ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ച് കുറേ കാര്യങ്ങൾ കണക്ട് ചെയ്തെടുത്തപ്പോൾ എനിക്ക് കൊള്ളാലോ, ശരിക്കും സത്യത്തിൽ ഇങ്ങനെ തന്നെയാണോ, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കുമോ, ഇങ്ങനെ ആയ എങ്ങനെയായിരിക്കും, കൊള്ളാലോ എന്നൊക്കെ തോന്നിയ കുറേ കാര്യങ്ങൾ, പല കാര്യങ്ങൾ കണക്ട് ചെയ്തെടുത്ത ഒരു കാര്യം എനിക്ക് തോന്നിയത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്താനാണ് വന്നിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്കും അതേ ഫീലിംഗ് തന്നെ ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ പോയിട്ടുണ്ടെങ്കിലോ നമുക്ക് നോക്കാം. സംഭവം വേറൊന്നുമല്ല, നമുക്കെല്ലാവർക്കും അറിയുന്നൊരു കാര്യം തന്നെയാണ്. അവഞ്ചേഴ്സിൻ്റെ എൻഡ് ഗെയിം നടക്കുന്നത് 2019 അതിനകത്ത് നമ്മുടെ അയൺ മാൻ ഒരു ടൈം മെഷീൻ കണക്ക് ഒരു സംഭവം കണ്ടുപിടിക്കുകയും അതിനകത്ത് നിന്ന് നമ്മുടെ പാസ്റ്റിലോട്ട് ടൈം ട്രാവൽ ചെയ്യുകയും ചെയ്യും അല്ലേ. അപ്പോൾ ഇൻഫിനിറ്റി സ്റ്റോൺസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ടീമായിട്ട് പല ആൾക്കാരുമായിട്ട് സ്പിറ്റായി പോകും. അതിനകത്ത് നമ്മുടെ റോക്കറ്റ് റക്കൂണും പിന്നെ നമ്മുടെ ദോറും കൂടി പോകുന്നത് 2013 ഇറങ്ങിയിട്ടുള്ള ദി ഡാർക്ക് അങ്ങനെ എന്തോ ഒരു സിനിമയിലോട്ടാണ്. ആ ഒരു ഇയർ അല്ലെങ്കിൽ ആ ഒരു സിനിമയിൽ നടക്കുന്ന ഏത് ഇയറാണോ അതിനകത്തോട്ടാണ് പോകുന്നത്. നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അതിനകത്ത് തോർ വൃത്തി ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് മറ്റേ മിയോണിയർ സമൺ ചെയ്യുന്നുണ്ട്. ആ ഒരു മിയോണിയർ കൊണ്ട് തന്നെയാണ് എൻഡ് ഗെയിമിലേക്ക് 2019 തിരിച്ച് റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, ശരിയാണ്, നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക അത് തിരിച്ച് വെക്കുന്നുണ്ട്. സോ ആ ടൈം ലൈൻ ഒരിക്കലും ബ്രേക്ക് ആവുന്നില്ല, ഒരിക്കലും ഡിസ്ട്രോയ് ആവാൻ പോകുന്നില്ല എന്ന് നമ്മൾ കരുതും. പക്ഷേ അവർ ഓൾറെഡി ഡിസ്ട്രോയ് ചെയ്ത് കഴിഞ്ഞു. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ ഒന്നുകൂടി വ്യക്തമായിട്ട് പറയാം. ആ മിയോണിയർ എടുത്തുകൊണ്ട് വരുന്നത് 2013 നിന്ന് 2019 മറ്റൊരാൾക്കും അറിയത്തില്ലായിരിക്കും, അല്ലെങ്കിൽ മറ്റൊരാൾക്കും അത് ഒരു എടുത്ത സ്ഥലത്ത് തന്നെ ആ കൃത്യം ടൈം ലൈനിൽ തിരിച്ച് വയ്ക്കുന്നുണ്ടാവും. പക്ഷേ 2019 കൊണ്ടുവന്ന് ആ ഒരു വാർ നടക്കുവാണ്. അതായത് ഥാനോസുമായിട്ട് എതിരെ വാർ നടക്കുന്ന സമയത്താണ് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക ആ ഒരു മിയോണിയർ എടുത്ത് ലിഫ്റ്റ് ചെയ്യുന്നത്. സോ ആ ഒരു സിനാരിയോ അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ നോക്ക്. ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തി ഇറങ്ങുവാണ്. എന്ത് തന്നെ ആയാലും ശരി, ക്യാപ്റ്റൻ അമേരിക്കയുടെ വാക്ക് എന്താണ്? ഇതെനിക്ക് ഈ ദിവസം മുഴുവൻ അല്ലെങ്കിൽ ഇത് കണ്ടിന്യൂസ് എനിക്ക് ചെയ്യാൻ സാധിക്കും എന്നൊരു ആത്മവിശ്വാസം എപ്പോഴും ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി മിയോണിയർ എന്ത് ചെയ്യാണ്? ക്യാപ്റ്റൻ അമേരിക്ക ലിഫ്റ്റ് ചെയ്യുന്ന താനോസുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് 2013 തന്നെ തിരിച്ചു കൊണ്ടുവയ്ക്കുന്നു. ടൈം ലൈൻ നമ്മൾ വിചാരിക്കും ഒരു രീതിയിലും ചേഞ്ച് ആക്കിയില്ല എന്ന്. പക്ഷേ അവിടെ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. കാരണം നമ്മൾ കരുതും 2015 ഇറങ്ങിയിട്ടുള്ള ഏജ് ഓഫ് അൾട്രോണിലായിരിക്കും ആദ്യമായിട്ട് വൃത്തിയാണെന്ന് കാണിക്കാൻ വേണ്ടി ക്യാപ്റ്റൻ അമേരിക്ക ലിഫ്റ്റ് ചെയ്യാൻ നോക്കുന്നതും. പക്ഷേ തോറിന് എന്ത് തോന്നിയാലോ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഇത് കാണിക്കണ്ട എന്ന് കരുതിയിട്ട് ചെറുതായിട്ട് ഇതാക്കുന്നതാണ്. പക്ഷേ ഓൾറെഡി മിയോണിയറിനറിയാം ഇത് ഓൾറെഡി ക്യാപ്റ്റൻ അമേരിക്ക 2019 ചെന്ന് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും ഫൈറ്റ് ചെയ്തിട്ടുണ്ടെന്നും. സോ ഒരു മറ്റു വ്യക്തിക്ക് അറിയത്തില്ലെങ്കിൽ പോലും മിയോണിയറിനറിയാം എന്താണ് ക്യാപ്റ്റൻ അമേരിക്ക വൃത്തിയാണെന്ന് ഓൾറെഡി തെളിയിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ മിയോണിയറിൻ്റെ ടൈം ലൈൻ വെച്ച് നോക്കുമ്പോൾ 2013 2019 വന്ന് ഫൈറ്റ് ചെയ്യുന്നു. ഫൈറ്റ് ചെയ്തിട്ട് ആ മിയോണിയർ തിരിച്ച് 2013 പോകുന്നു. 2 വർഷത്തിന് ശേഷം 2015 ഏജ് ഓഫ് അൾട്രോണിൽ ലിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് കാണിക്കുന്നു. സോ അതൊരിക്കലും ഏജ് ഓഫ് അൾട്രോണിലല്ല ശരിക്കും വൃത്തിയാണെന്ന് കാണിക്കുന്നത്. ഓൾറെഡി വൃത്തിയായി 2019. അതിന് ശേഷമാണ് 2014 പോകുന്നത്. മിയോണിയറിൻ്റെ ടൈം ലൈനിൽ വെച്ച് നോക്കുക. മിയോണിയറിൻ്റെ ടൈം ലൈനിൽ വെച്ച് നോക്കുമ്പോൾ 13, 19, 13, 15 ഏജ് ഓഫ് അൾട്രോൺ നടക്കുന്നത്. അപ്പോഴാണ് ഇത് ലിഫ്റ്റ് ചെയ്യാൻ നോക്കുന്നത്. ഞാൻ പറഞ്ഞത് എത്ര മാർക്ക് കത്തിയെന്നറിയത്തില്ല. കത്താത്തവർക്ക് അല്ലെങ്കിൽ ഇത് ഇൻട്രസ്റ്റ് ആണല്ലോ ഒന്നുകൂടി നോക്കിയാലോ എന്ന് വിചാരിക്കുവാണെങ്കിൽ
ഈ വീഡിയോ കുറച്ച് റിവൈൻഡ് ആയിട്ട് നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്കും ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഈ കാര്യം. അപ്പോൾ പല ആൾക്കാരും പറയും, നമ്മുടെ അയൺമാൻ തന്നെ പറയുന്നുണ്ട് ഇതൊരിക്കലും അല്ലെങ്കിൽ നമ്മുടെ ബ്രൂസ് ബാനർ തന്നെ പറയുന്നുണ്ട് ഇതൊരിക്കലും ടൈം ചേഞ്ച് ആകത്തില്ല, നമ്മൾ എത്രയൊക്കെ ചേഞ്ച് ആക്കില്ല. പക്ഷേ ചേഞ്ച് ആവും. ഓക്കെ, ചേഞ്ച് ആവും. അങ്ങനെ ചിന്തിച്ചു നോക്ക്.